നമസ്കാരം. പെട്ടെന്ന് ഷോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 18 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ കോരങ്ങത്ത് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി.കെ. ഷാഫി നിർവഹിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. കാലപ്പഴക്കം കൊണ്ട് ശോചനീയമായ 106 നമ്പർ അങ്കണവാടി കെട്ടിടം പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പോഷകാഹാര പദ്ധതിക്കായുള്ള സ്റ്റോർ റൂം സൗകര്യങ്ങളോട് കൂടിയ മികച്ച പാചകമുറിയും അങ്കണവാടിയുടെ മുറ്റം കട്ടവിരിച്ചും ശീതീകരണ സൗകര്യങ്ങളോടെയാണ് ഇലക്ട്രിക് പ്രവൃത്തികളും കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതി ജില്ലയിൽ 150ഓളം അങ്കണവാടി കെട്ടിടങ്ങളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. നിറമരുതൂർ ഡിവിഷനിൽ തന്നെ ഇത് 5ാമത്തെ അങ്കണവാടി കെട്ടിടമാണ് പൂർത്തിയാക്കിയതെന്നും ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ 4 മാസത്തിനകം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി.കെ. ഷാഫി പറഞ്ഞു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ 106 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ഏതൊക്കെ അങ്കണവാടികളാണ് കെട്ടിടമില്ലാത്തത്? ആ കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്കൊക്കെ കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ സംവിധാനം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം എന്ന് പ്രിയപ്പെട്ട ടീച്ചറോടന്ന് യോഗത്തിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തു. ഉത്സവചായയിൽ നടന്ന അങ്കണവാടി കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.കെ. ജലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ, വാർഡ് മെമ്പർ കുഞ്ഞിപ്പ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് നിറമരുതൂർ.